മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും ലീഗിനെ പൊളിച്ച് അടുക്കി. വടകരയിലും ബേപ്പൂരും ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഒലിബി സഖ്യം മാത്രമല്ല മറ്റു ചില സഖ്യങ്ങൾ ഉണ്ടാക്കിയതല്ലോ. കഴിഞ്ഞോ? പുറത്തായപ്പോ ജനങ്ങൾ മുഴുവൻ അണിനിരന്നില്ലേ? ആ അണിനിരന്നത് ലീഗിന്റെ അണികളും ഉണ്ടായില്ലേ? പക്ഷെ ആ ഘട്ടത്തിലൊന്നും നമ്മൾ കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ മുസ്ലിം ലോകങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. ആ മതസംഘടനകൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും എങ്ങനെയാണ് കാണുന്നത്? അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്ത് താല്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ? ഒരു താല്പര്യം മാത്രം, വോട്ട് വേണം. ലീഗിന് മുൻകാലങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, SDPI, PFI തുടങ്ങിയ സംഘടനകളുമായി അങ്ങനെ ബന്ധമുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് മതനിരപേക്ഷ അല്ലെങ്കിൽ മതത്തിന്റെ സ്വഭാവമുള്ള പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള പാർട്ടിയാണെങ്കിൽ പോലും മതേതര സ്വഭാവം കാട്ടിയിരുന്നു, വർഗീയ സ്വഭാവം കാട്ടിയിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഉണ്ട്, സംഘടനകളുടെ പിന്തുണയുണ്ട്. അവരെ മുസ്ലിം ലീഗ് ചേർത്ത് നിർത്തുന്നു, അവരുടെ വോട്ട് UDF സ്വീകരിക്കുന്നു. ഇത്തരത്തിലായിരുന്നു വിമർശനം. സാദിഖലി ശിഹാബ് തങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഇന്നലെ പറഞ്ഞത്. പാർട്ടിയുടെ അധ്യക്ഷനായ ശിഹാബ് തങ്ങളെ, സാദിഖലി ശിഹാബ് തങ്ങളെയാണ് താൻ വിമർശിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി എടുക്കണം, മതപരമായി എടുക്കരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൻ്റെ അടിസ്ഥാനം. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിനെ വിമർശിക്കും, തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴൊക്കെ ലീഗിനെ CPM വിമർശിക്കും, പ്രത്യേകിച്ച് പിണറായി വിജയൻ വിമർശിക്കും. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്, അവർക്ക് വോട്ട് കിട്ടാത്തതിലുള്ള കലിയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് മിക്ക ഇടങ്ങളിലും, ഭൂരിഭാഗം ഇടങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്താണ്. അവിടെയുള്ള 20% മുസ്ലിം വോട്ടുകളും UDFിലേക്ക് ക്രോഡീകരിക്കുന്നതിന്, UDFിൽ എത്തിക്കുന്നതിന്, UDF സ്ഥാനാർത്ഥിക്ക് എത്തിക്കുന്നതിൽ മുസ്ലിം ലീഗ് വിജയിച്ചു, മുസ്ലിം സംഘടനകൾ വിജയിച്ചു എന്ന് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഈ വിമർശനം കാലാകാലത്തോളം മുമ്പ് മുതലേ തുടരുന്നതാണ്, CPM തുടരുന്നതാണ് ലീഗ് വിമർശനം. അതുകൊണ്ട് ഇതിനകത്ത് പുതുമയൊന്നുമില്ല, ഈ വിമർശനം കഴമ്പില്ലാത്തതാണ്. ഇനി SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നാളുകളിൽ SDPI എവിടെയായിരുന്നു, ആർക്കാണ് വോട്ട് ചെയ്തത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ, എണ്ണി പറയുകയാണെങ്കിൽ CPM അതിന് ഉത്തരം പറയേണ്ടി വരും. CPM എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ SDPIയുടെയും വോട്ടുകൾ നേടി തന്നെയാണ് വിജയിച്ചിരുന്നത്. ഇക്കുറി അവരെ ഒപ്പം നിർത്താനായത് ലീഗിൻ്റെ കഴിവാണ്, ലീഗ് നേതൃത്വത്തിൻ്റെ കഴിവാണ്. അത് തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് പാലക്കാട് വിനയായതും ഓർക്കണമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടിയിലുള്ളത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം മുഖ്യമന്ത്രിയുടെ സാദിഖലി ശിഹാബ് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ്. രണ്ടാമത്തത് ആ പത്രത്തിൽ വന്ന വിഷലിപ്തമായ പരസ്യമാണ്, വർഗീയ ചുവയുള്ള പരസ്യമാണ്. ഇതൊക്കെ CPM ക്ഷണിച്ചു വരുത്തുന്നതാണ്. എന്നിട്ട് ലീഗിൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നു, മുസ്ലിം ലീഗിനെ പഴിക്കുന്നു. ഇന്നലെ വരെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് CPMന് വേണമായിരുന്നു, ഇടതുമുന്നണിക്ക് വേണമായിരുന്നു. ഇന്ന് ഇക്കുറി അവർ മാറി ചിന്തിച്ചു. CPM ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് CPMന്റെ അടവ് നയമാണെന്നും CPM എപ്പോഴും ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമാണെന്നും ഒരു വർഗീയത ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണെന്നും മുസ്ലിം സമുദായങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മുസ്ലിം ലീഗിനൊപ്പം ചേർന്നത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. അതേ അവസരം തന്നെ മുഖ്യമന്ത്രി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മുസ്ലിം മതത്തിനുള്ളിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ധാരാളം മതസംഘടനകളുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് സമസ്തയെയാണ്.
ആ സമസ്ത ഇത് അംഗീകരിക്കുന്നില്ല. ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയോ അതിൻ്റെ പേരിലുള്ള കലഹങ്ങളെയോ ഒന്നും സമസ്ത പോലുള്ള സംഘടനകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആത്മീയ ആചാര്യന്മാർ ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോഴെന്തിനാണ് ലീഗ് ഇവരെ കൂട്ടുപിടിക്കുന്നത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. മുഖ്യമന്ത്രി ആ ചോദ്യം ഉയർത്തുന്നതിൽ പ്രസക്തി ഉണ്ടെങ്കിൽ പോലും, കാരണം ലീഗ് മുസ്ലിം ശക്തി ഒരുമിച്ച് ചേരുകയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജനശക്തിയായി അത് മാറും. അത് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവർ ന്യൂനപക്ഷമല്ല, ഒരുപക്ഷെയെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെ പോലും, സമുദായ അംഗങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അവരുടെ ശക്തി ക്രോഡീകരിക്കപ്പെടും. അത് പാടില്ല എന്ന ഒരു ചിന്തയും ഇന്നൊരു ലക്ഷ്യവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാം. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനൊരു വിമർശനം ഉണ്ടാകും. ഇന്നലെ വരെ അവർ നല്ലവരായിരുന്നു, CPM വോട്ട് ചെയ്തപ്പോൾ അവർ ആ കളം മാറി ചവിട്ടിയപ്പോൾ അവർ മോശക്കാരായി എന്ന തരത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം.